നമസ്കാരം. LBS വഴി പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സായ BRTT, അതായത് ബാച്ചലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി ടെക്നോളജിയെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിൽ പലരും BRT അഥവാ ബാച്ചലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി എന്ന ഈ കോഴ്സിനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടാകും. അലൈഡ് ഹെൽത്ത് സയൻസ് മേഖലയിലെ കോഴ്സുകളിൽ പേരുമാറ്റം വരുത്തിയ ശേഷം ഈ കോഴ്സ് ഇപ്പോൾ ബാച്ചലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി ടെക്നോളജി അഥവാ BRTT എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. LBSൽ BRT കോഴ്സിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുൻപ് ഏത് കോളേജുകളിൽ ഓപ്ഷൻ നൽകിയാൽ ഈ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നൊരു ധാരണ ലഭിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതാണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ് BRTT. വളരെ ഉയർന്ന ജോലി സാധ്യതയുള്ള 4 വർഷം ഡ്യൂറേഷനും 6 മാസം ഇൻറ്റേൺഷിപ്പുമുള്ള ഈ കോഴ്സിന് LBS ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഈ കോഴ്സിന് സീറ്റുകൾ വളരെ പരിമിതമാണ് എന്നതാണ്. അതായത് 2 മെഡിക്കൽ കോളേജുകളിലായി ആകെയുള്ളത് 11 സീറ്റുകൾ മാത്രം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ 6 സീറ്റും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് 5 സീറ്റുമാണുള്ളത്. സീറ്റുകൾ കുറവായതിനാൽ സ്വാഭാവികമായും കോമ്പറ്റീഷനും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് BRTT കോഴ്സിന് കേരളത്തിൽ ഉയർന്ന ഇൻഡെക്സ് മാർക്ക് ആവശ്യമായി വരും എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചവരുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുകൾ എത്രയായിരുന്നു എന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ ലഭിക്കാൻ ഉള്ള സാധ്യതകൾ അറിയാൻ സാധിക്കും. ഇവിടെ പറയുന്ന ഇൻഡെക്സ് മാർക്ക് കഴിഞ്ഞ വർഷം ഓരോ കോളേജിലും ഈ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചവരുടെ ഏറ്റവും കുറഞ്ഞ മാർക്കിൻ്റെ വിവരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതിനു മുമ്പ് ഇവിടെ മാർക്കിൻ്റെ മുൻപ് സൂചിപ്പിച്ചിരിക്കുന്ന ചില കോഡുകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. SM എന്നാൽ സ്റ്റേറ്റ് മെറിറ്റ്, അതായത് ജനറൽ കാറ്റഗറിയാണ് SM എന്ന് സൂചിപ്പിക്കുന്നത്. EW എന്നാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, LC എന്നാൽ ലാറ്റിൻ കാത്തലിക്, BX എന്നാൽ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, MG എന്നാൽ മാനേജ്മെൻറ്റ് കോട്ട, MU എന്നാൽ മുസ്ലിം കാറ്റഗറി, EZ എന്നാൽ ഈഴവ കാറ്റഗറി, SC ST എന്നാൽ ഷെഡ്യൂൾഡ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയെയുമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു കോളേജിൻ്റെ SM, അതായത് ജനറൽ കാറ്റഗറി മാർക്ക് മാത്രം നോക്കി അലോട്ട്മെൻറ്റ് ലഭിക്കാൻ എല്ലാവർക്കും അതേ മാർക്ക് തന്നെ വേണ്ടി വരും എന്ന് കരുതരുത്. നിങ്ങളുടെ കാറ്റഗറിയിൽ നൽകിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ മനസ്സിലാക്കേണ്ടത്. ഈ കോഴ്സിൻ്റെ 2025 LBS അലോട്ട്മെൻറ്റ് ഡാറ്റ നോക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജനറൽ, അതായത് സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് മാർക്ക് 300 ആയിരുന്നു. MU കാറ്റഗറിയിൽ 298.33, EZ കാറ്റഗറിയിൽ 296.67, SC കാറ്റഗറിയിൽ 262.5 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാകട്ടെ സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിരുന്നത് 294.2 ആയിരുന്നു. EW കാറ്റഗറിയിൽ 291.67, BH കാറ്റഗറിയിൽ 290 ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക്. അതുകൊണ്ട് ഇൻഡെക്സ് മാർക്ക് കുറവുള്ളവർ BRTT ഓപ്ഷൻ മാത്രം പ്രതീക്ഷിച്ച് LBS അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഉചിതമായിരിക്കില്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ കോഴ്സിനോട് സാമ്യമുള്ള BSc MIT കോഴ്സിൻ്റെ, അതായത് ഇപ്പോൾ BMRIT എന്നറിയപ്പെടുന്ന കോഴ്സിൻ്റെ ഇൻഡെക്സ് വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാവുന്നതാണ്. BRTT കോഴ്സാണോ BMRIT കോഴ്സാണോ കൂടുതൽ നല്ലത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. BMRIT, അതായത് ബാച്ചലർ ഓഫ് മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്നത് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്. അതേസമയം BRTT റേഡിയേഷൻ ഓങ്കോളജി, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യലൈസ്ഡ് കരിയർ ഓപ്ഷനാണ്. അതിനാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മേഖലയിലും റേഡിയോ തെറാപ്പി ടെക്നോളജിയിലും ഒരു സ്പെഷ്യലൈസ്ഡ് കരിയർ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ നല്ലത് BRTT കോഴ്സായിരിക്കും എന്ന കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ രണ്ടും വ്യത്യസ്ത കരിയർ മേഖലകളാണ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, കോളേജ് ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ എക്സ്പോഷർ, പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഫ്യൂച്ചർ പ്ലാൻസ് എന്നിവ നോക്കിയാണ് നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. എങ്കിലും BRTT കോഴ്സ് പഠിപ്പിക്കുന്ന കോളേജുകൾ വളരെ കുറവായതിനാലും പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം ഈ മേഖലകളിൽ ഉള്ള ജോലി അവസരങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. പ്രത്യേകിച്ചും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്നവർക്ക് നല്ല ശമ്പളത്തിൽ പ്ലേസ്മെൻറ്റും ലഭിക്കാറുണ്ട് എന്ന കാര്യങ്ങളെല്ലാം നോക്കിയാൽ BRTT ഗ്രാജുവേറ്റ്സിനാണ് കൂടുതൽ ശമ്പളവും കൂടുതൽ ഓപ്ഷൻസും ലഭിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ളത്, കോഴ്സ് പഠിക്കുന്ന കോളേജുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ് എന്നതാണ്. മോഡേൺ റേഡിയോ തെറാപ്പി മെഷീൻസ് ഉള്ള ഹോസ്പിറ്റൽ ബേസ്ഡ് കോളേജാണോ, ക്ലിനിക്കൽ എക്സ്പോഷർ നല്ലതാണോ,
പേഷ്യൻസ് ഫ്ലോ എങ്ങനെയുണ്ട്, ഇൻറ്റേൺഷിപ്പ് എവിടെയാണ് ലഭിക്കുന്നത്, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതോ കോളേജിൽ തന്നെ പ്ലേസ്മെൻറ്റ് ലഭ്യമാണോ എന്നീ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രം ഈ കോഴ്സിന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ഉചിതം. അവസാനമായി പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കുറവാണെങ്കിൽ LBS അലോട്ട്മെൻറ്റ് മാത്രം കാത്തിരിക്കാതെ മറ്റു സംസ്ഥാനങ്ങളിലെ നല്ല കോളേജുകൾ കൂടി അന്വേഷിക്കുക. പഠനം കഴിഞ്ഞ് ഉടൻ തന്നെ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന കോളേജുകളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. BSc നഴ്സിംഗ്, BMRIT അതായത് ബാച്ചിലർ ഓഫ് മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc നഴ്സിംഗ്, BOT തുടങ്ങിയ കോഴ്സുകളുടെ ഇൻഡെക്സ് മാർക്ക് വിവരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.